ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഡാലസ് പ്രെയർ മീൻ സ്തോത്രം പ്രെയർ ലൈനിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വചനം പറയുവാൻ തക്കോണം കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സകല മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. മീൻ സ്തോത്രം. ഹല്ലേലൂയ. പുതിയൊരു വർഷം ഹല്ലേലൂയ 2025 ജനുവരി മാസത്തിൽ ഹല്ലേലൂയ സ്തോത്രം കണ്ടിന്യൂസ് ആയിട്ട് മീൻ ഡാലസ് പ്രെയർ മീൻ സ്തോത്രം ലൈൻ ഹല്ലേലൂയ സ്തോത്രം അനേക ഹല്ലേലൂയ സ്തോത്രം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രെയർ മീൻ സ്തോത്രം കർത്താവ് ഇത്രത്തോളം ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ മൗത്തീകരിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എനിക്കും അതിൽ ഭാഗവാക്കാക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം വചനത്തിൽ കൂടി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തന്ന ആലോചനകളെ അറിയിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ വിനയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ നമ്മളോട് ചന്തവും ഉചിതവുമായി സംസാരിക്കട്ടെ. അതിനായിട്ട് ഞാൻ ദൈവകരത്തിലേക്ക് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇതിന്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ ദേവദാസന്മാര് ഹല്ലേലൂയ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഈ വചനം ശ്രവിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ഹല്ലേലൂയ ദേവദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ വേഗം വരുന്നവനായ ക്രിസ്തുവിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവ് എന്നെ ഇന്ന് ഏൽപ്പിച്ച വചനം എസെക്കിയേൽ പ്രവചനം അതിന്റെ 8-ാം അധ്യായം സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 2-ാം വാക്യമാണ്. എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കിഴക്കോട്ട് തീ പോലെയും തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയും ആയിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. ആമേൻ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇതിൽ നിന്ന് ആമേൻ സ്തോത്രം നമ്മളോട് സംസാരിപ്പാൻ ആ ദൈവകരങ്ങളിലേക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം നമുക്കറിയാം. എസെക്കിയേൽ പ്രവാചകൻ വലിയ പ്രവാചകന്മാരിൽ ഹല്ലേലൂയ സ്തോത്രം 3 പ്രവാചകന്മാരിൽ ഏറ്റവും സ്തോത്രം ഹല്ലേലൂയ 3 പ്രവാചകന്മാരാണ് വലിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകന്മാരില് വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഹല്ലേലൂയ എസെക്കിയേൽ ഹല്ലേലൂയ താൻ പ്രവാസത്തിലായിരുന്ന സമയത്ത് ഇപ്രകാരം ഒരു ദിവ്യ ദർശനത്താൽ സ്തോത്രം യഹോവയായ ദൈവം താൻ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോൾ തന്നെ സ്തോത്രം യെരൂശലേമിന്റെ അവസ്ഥകളെ കാണിക്കുവാൻ വേണ്ടി ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തന്നെ സഞ്ചരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ ദർശനത്തിൽ കൂടി യെരൂശലേമിന്റെ അവസ്ഥകളെ സ്തോത്രം തനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതേസമയം യെരൂശലേമിൽ ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം ഉണ്ട്. യെരൂശലേമിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു, യഹൂദയിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സ്തോത്രം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഹല്ലേലൂയ എസെക്കിയേൽ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ബാബേൽ പ്രവാസത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതേസമയം ബാബേൽ പ്രവാസത്തിൽ നമുക്കറിയാം ദാനിയേലും ഉണ്ട് അല്ലെ. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ജനം യഹോവയായ ദൈവത്തിന്റെ താൻ വിളിച്ചു വേർതിരിച്ച തന്റെ സ്വന്തം ജനം ഹല്ലേലൂയ അനുസരണക്കേട് കാണിച്ചപ്പോൾ ശത്രുക്കളെ ഹല്ലേലൂയ സ്തോത്രം തന്റെ ജനങ്ങൾക്കെതിരെ നമുക്കറിയാം സ്തോത്രം ഇസ്രായേൽ ഹല്ലേലൂയ 2 വിഭാഗമായിട്ട് സ്തോത്രം യഹൂദയായിട്ടും ഇസ്രായേലായിട്ട്. ഇസ്രായേൽ 10 ഗോത്രമായിട്ടും യഹൂദ 2 ഗോത്രമായിട്ടും സ്തോത്രം അത് 12 ഗോത്രങ്ങൾ അത് ഡിവൈഡ് ചെയ്ത ശേഷം ഹല്ലേലൂയ സ്തോത്രം വളരെ സ്തോത്രം അനുസരണക്കേടിലൂടെ തന്റെ ജനം പോയി ഹല്ലേലൂയ പ്രവാചകന്മാരാൽ അതത് കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം ന്യായാധിപന്മാർ കഴിഞ്ഞിട്ട് രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. രാജാക്കന്മാരോട് കൂടെ തന്നെ ഹല്ലേലൂയ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഹല്ലേലൂയ പ്രവാചകന്മാരെ, ശക്തരായ പ്രവാചകന്മാരെ, രാജാക്കന്മാർക്കെതിരെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ശക്തമായിട്ട് ദൂത് പറയുന്ന പ്രവാചകന്മാരെ പോലും ഹല്ലേലൂയ സ്തോത്രം ദൈവം എഴുന്നേൽപ്പിച്ച് അതത് കാലഘട്ടങ്ങളിൽ തന്റെ ജനത്തെ തന്നിലേക്ക് തിരിപ്പാൻ തക്കവണ്ണം സ്തോത്രം ദൂതുകളെ നൽകി. എന്നാൽ ഇതിലൊന്നും ഹല്ലേലൂയ കേൾക്കുവാൻ മനസ്സ് വെക്കാതിരുന്ന തന്റെ ജനത്തെ ഹല്ലേലൂയ പ്രവാസത്തിലേക്ക് വിടുന്ന ഹല്ലേലൂയ സ്തോത്രം അവസ്ഥയാണ് ഹല്ലേലൂയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം അശൂർ വന്നു ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ബാബേൽ രാജാവായ ഹല്ലേലൂയ നെബൂഖദ്നേസർ കടന്നു വരുന്നു. 2 ഘട്ടങ്ങളായി ഹല്ലേലൂയ സ്തോത്രം യഹൂദയും ഹല്ലേലൂയ ഇസ്രായേലിന്റെ കുറെ ഭാഗങ്ങളെയും ഹല്ലേലൂയ 2 ഘട്ടങ്ങളായി ഹല്ലേലൂയ ബന്ദികളായിട്ട് ആൾക്കാരെ പിടിച്ചോണ്ട് പോവുകയും അതിൽ ഹല്ലേലൂയ പ്രവാസത്തിലായിരുന്ന ഹല്ലേലൂയ എസെക്കിയേലിന്റെ ഹല്ലേലൂയ സ്തോത്രം കാര്യമാണ്. എസെക്കിയേൽ
ഹല്ലേലൂയ സ്തോത്രം താൻ ഹല്ലേലൂയ പ്രവാസത്തിലായിരുന്നപ്പോൾ കണ്ട് ആമേൻ സ്തോത്രം ദൈവാത്മാവിനാൽ താൻ എടുക്കപ്പെട്ട യെരൂശലേമിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം കാണിച്ചു കൊടുത്ത ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളെയാണ് ആമേൻ സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ ഇത് രണ്ടാം പ്രാവശ്യമാണ് തനിക്ക് അപ്രകാരം ഒരു അനുഭവം വരുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ എസെക്കിയേൽ പ്രവാചകനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ താൻ ഹല്ലേലൂയ സ്തോത്രം പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ട ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ സ്തോത്രം യുവ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ തന്റെ പിതാവിനോടൊപ്പം തന്നെ താൻ ശുശ്രൂഷയിൽ അടുത്തതായിട്ട് തന്റെ പിതാവ് കഴിയുമ്പോൾ അടുത്തതായിട്ട് ശുശ്രൂഷയുടെ മേഖലയിൽ കടന്നു വരേണ്ട ഒരു ഹല്ലേലൂയ സ്തോത്രം യൗവനക്കാരനാണ്. ഹല്ലേലൂയ ഏകദേശം 25 വയസ്സോളം ഹല്ലേലൂയ ആയ ഒരു ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം യുവാവാണ്. ആമേൻ സ്തോത്രം ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ആമേൻ ഹൃദയത്തെ ഹല്ലേലൂയ ഏകീകരിച്ച് ഹല്ലേലൂയ തന്റെ പിതാവിന്റെ ഹല്ലേലൂയ സ്തോത്രം സഹായിച്ച് തന്റെ പിതാവിനെ സഹായിച്ച് നിന്ന ഒരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷയിൽപ്പെട്ട ഒരു പൗരോഹിത്യ ശുശ്രൂഷയിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആയിരുന്ന ഒരു യുവാവ് ഹല്ലേലൂയ പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറി മറിയുകയും തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഹല്ലേലൂയ സ്തോത്രം വിട്ടുകൊണ്ട് താൻ ബാബേൽ പ്രവാസത്തിലായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ. എന്നാൽ 5 വർഷത്തിന് ശേഷം താൻ ബാബേൽ പ്രവാസത്തിലായിരുന്ന 5-ാമത്തെ വർഷമാണ്, അതായത് ഏകദേശം 30 വയസ്സോളം ഹല്ലേലൂയ ആവുമ്പോഴാണ് ആമേൻ തനിക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രവാചക ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രവാചകനായിട്ട് ഹല്ലേലൂയ സ്തോത്രം നിയോഗിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദേവദാസന്മാരുണ്ടായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം അവരുടെ തലമുറകൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ആയിരിക്കത്തില്ല ആമേൻ കർത്താവ് നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ആ കാലഘട്ടത്തിൽ നാം എന്തായി തീരണമെന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ അതിനനുസരിച്ച് കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ ചിലപ്പോൾ അത് ഹല്ലേലൂയ സ്തോത്രം പ്രവാചക ശുശ്രൂഷയായിരിക്കാം, ചിലപ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കാം നമ്മളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്. ആമേൻ. അങ്ങനെയാണല്ലോ നമ്മൾ പ്രകാരം കോണ്ടാക്ട് ഒക്കെ ചെയ്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ഒരു ഹല്ലേലൂയ സ്തോത്രം ബന്ധം ആമേൻ സ്തോത്രം ഹല്ലേലൂയ എനിക്കും ഇപ്രകാരം കടന്നു വന്ന് വചനം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് എന്താണെങ്കിലും അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്ത എഗസ്കേലിനെ ദൈവം പിന്നത്തേതിൽ ഹല്ലേലൂയ സ്തോത്രം മാനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്റെ ദേശത്തിൽ നിന്ന് ഹല്ലേലൂയ താൻ ആഗ്രഹിച്ച ശുശ്രൂഷയുടെ ഹല്ലേലൂയ മുഖത്ത് നിന്ന് അകലുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു വശം ചിന്തിച്ചു നോക്കിയാൽ മാനസികമായിട്ടുള്ള ഒരു തകർച്ച എപ്പോഴും വരാം അല്ലേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥ, ഹല്ലേലൂയ പ്രവാസത്തിലായിരിക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടെയും ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ട്. ഹല്ലേലൂയ നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഹല്ലേലൂയ സ്തോത്രം ആരെങ്കിലും ഒറ്റപ്പെടലിന്റെ അവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ ശുശ്രൂഷയുടെ മുഖത്ത് ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയരുവാൻ സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവരോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. നാം ഒറ്റയ്ക്കല്ല, കർത്താവിന്റെ പദ്ധതിക്ക് ഒരു സമയമുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ കണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ പുറത്തു കൊണ്ടുവരും. ആരെത്ര തടഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര തന്നെ ഹല്ലേലൂയ സ്തോത്രം നോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ കർത്താവിന്റെ സമയമാവുമ്പോൾ നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ ഗോഡ്സ് പെർഫെക്റ്റ് ടൈം. ഹല്ലേലൂയ അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമയത്തായിരിക്കത്തില്ല ഹല്ലേലൂയ കർത്താവിന്റെ പദ്ധതി നമ്മൾ നിറവേറുന്നത്. എന്നാൽ നാം ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ കാലഘട്ടങ്ങളിലെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. അപ്രകാരം ഹല്ലേലൂയ സ്തോത്രം എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമേൻ താൻ ഹല്ലേലൂയ സ്തോത്രം പ്രവാസത്തിലായിരുന്നപ്പോൾ ആമേൻ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്ന് ഹല്ലേലൂയ ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന് ആമേൻ എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ അതിനോട് തുടർന്ന് ഒത്തിരിയും കാര്യങ്ങൾ തന്നെ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ താൻ ഹല്ലേലൂയ സ്വപ്നം കണ്ട ഒരു ശുശ്രൂഷയല്ല. ആമേൻ സ്തോത്രം താൻ ഹല്ലേലൂയ പൗരോഹിത്യ ശുശ്രൂഷ സ്വപ്നം കണ്ടെങ്കിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം എസെക്കിയേലിനെ കുറിച്ച് കണ്ടത് താൻ ഒരു പ്രവാചകനായിട്ട് ഹല്ലേലൂയ സ്തോത്രം അതും ഹല്ലേലൂയ സ്പെഷ്യൽ ഹല്ലേലൂയ കോളിംഗ് ആയിരുന്നു. ആമേൻ സ്തോത്രം
ജാതികളുടെ ഇടയിലെ പ്രവാചകനല്ല, പിന്നെയോ തന്റെ സ്വന്തം ജനം ഇസ്രായേൽ ജനം ഹല്ലേലൂയ പ്രവാസത്തിലായിരിക്കുന്നവരോട് ആമേൻ സ്തോത്രം അവർ എന്തുകൊണ്ട് ഈ പ്രവാസത്തിൽ വന്നു, എപ്രകാരമാണ് ഹല്ലേലൂയ അവർക്കൊരു മടക്കയാത്ര അല്ലെങ്കിൽ ഒരു മടങ്ങിവരവ് ആവശ്യം, ഹല്ലേലൂയ ഒരു മാനസാന്തരം ആവശ്യം എന്നുള്ളത്, ഹല്ലേലൂയ എവിടെയാണ് ആവശ്യം എന്നുള്ളത്, ഹല്ലേലൂയ അവരെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യം ഹല്ലേലൂയ സ്തോത്രം എസെക്കിയേൽ പ്രവാചകന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവ നിയോഗത്താൽ അവിടെ ഹല്ലേലൂയ ലഭിക്കാൻ ഇടയായി തീർന്നു. നമുക്കറിയാം ഹല്ലേലൂയ എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം വായിക്കുമ്പോഴും 3-ാം അധ്യായം വായിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ യഹോവയായ ദൈവം എസെക്കിയേലിനോട് പറയുന്നുണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 3-ാം വാക്യം 2-ാം അധ്യായം എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട് മനുഷ്യപുത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു, അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. സ്തോത്രം മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ, അവരുടെ അടുക്കലേക്ക് ആകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. ക്ലിയർ കട്ടായിട്ടുള്ള 6 അടുക്കിലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം അവർ എന്നോട് മത്സരിച്ചിരിക്കുന്ന ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അവരുടെ തലമുറകളും ശാഠ്യവും ധാർഷ്ട്യവും ഉള്ളവരാണ്. ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ ഹല്ലേലൂയ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഗൈഡൻസ് നൽകിയാണ് സ്തോത്രം എസെക്കിയേലിനെ ആ ഒരു പ്രവാചക ശുശ്രൂഷ നൽകി സ്തോത്രം തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് അയക്കുന്നത്. ഹല്ലേലൂയ എന്നിട്ട് വീണ്ടും അവിടെ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം. ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം. ഹല്ലേലൂയ എന്താണ് കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയണം. ഹല്ലേലൂയ സ്തോത്രം ഈ പ്രവാസത്തിലും ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ പ്രവാസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനാണെന്നും ഹല്ലേലൂയ പ്രവാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ഞാനൊരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ ഈ ജനത്തോട് ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം ഇടപെടണം, അവരെ മടക്കി വരുത്തണം. ഹല്ലേലൂയ അതിനൊരു പ്രവാചക ശബ്ദമായി ഒരു നാവ് വേണം. ഹല്ലേലൂയ അതിനായിട്ട് ഞാൻ എസെക്കിയേലിനെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കായി മത്സരഗ്രഹികളായ ഇസ്രായേൽ മക്കളുടെ നടുവിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് ആ ജനം അറിയണം. ഹല്ലേലൂയ സ്തോത്രം വളരെ ഹല്ലേലൂയ റിസ്കി ആയിട്ടുള്ള ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യമാണ് ഹല്ലേലൂയ സ്തോത്രം എസെക്കിയേൽ ഏറ്റെടുത്തത്. ഹല്ലേലൂയ സ്തോത്രം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 17-ാം വാക്യം വരുമ്പോൾ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ ഇപ്പൊ പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം കാവൽക്കാരനാണ്. ഹല്ലേലൂയ സ്തോത്രം എപ്പോഴാണോ ദൈവത്തിന്റെ അരുളപ്പാട് ഹല്ലേലൂയ തന്നോട് അറിയിക്കുന്നത് ഹല്ലേലൂയ അത് ആ മത്സരഗ്രഹത്തോട് അറിയിക്കുക മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം അവരുടെ മാനസാന്തരത്തിനായിട്ട് ഹല്ലേലൂയ ഈ പ്രവാചകൻ അവരുടെ പ്രവാചക ദൗത്യം കഴിഞ്ഞു എന്നല്ല. ദൈവം ഒരു അരുളപ്പാട് പ്രവാചകന് കൊടുക്കുമ്പോൾ അത് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ മത്സരഗ്രഹത്തോട് ആ ഹല്ലേലൂയ സ്തോത്രം ദൈവ മക്കളോട് അറിയിച്ചു കഴിഞ്ഞിട്ട് എന്റെ ദൗത്യം കഴിഞ്ഞു എന്ന് പോയി ഹല്ലേലൂയ സ്തോത്രം ബൈ ബൈ പറഞ്ഞിരിപ്പാനുള്ളവനല്ല പ്രവാചകൻ, അവനൊരു കാവൽക്കാരനാണ്. ഹല്ലേലൂയ സ്തോത്രം ആ വ്യക്തി അല്ലെങ്കിൽ ആ ദൂത് കേട്ട ആ ഒരു കൂട്ടം ജനം ഹല്ലേലൂയ അവരുടെ മടങ്ങി വരവിനായി അവർ മടങ്ങി വരുന്നത് വരെ അവരുടെ പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ അവരിൽ നിന്ന് പുറപ്പെടുന്നത് വരെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ഹല്ലേലൂയ സ്തോത്രം ആ പ്രവാചകന്റെ ചുമതലയാ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാൻ ഹല്ലേലൂയ കഴിയും. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദേവദാസന്മാരെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദേവദാസിമാരെ ഹല്ലേലൂയ മക്കളെ ഹല്ലേലൂയ സഹോദരങ്ങളെ ഹല്ലേലൂയ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ചിലപ്പോൾ പ്രവാചക ശുശ്രൂഷയായിരിക്കാം. ദൈവം എന്നോട് ഈ ഒരു അള്ളപ്പാട് പറഞ്ഞു ഹല്ലേലൂയ എന്നാൽ ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞേക്കാം. ഹല്ലേലൂയ പരിജ്ഞാനത്തോടെ പോയി അവരോട് സംസാരിക്കണം. വ്യക്തികളോടാണെങ്കിൽ വ്യക്തിയോട് തന്നെ അവൾ പറയണം, അത് പൊതുവായിട്ട് പറയേണ്ട കാര്യമല്ല. ഹല്ലേലൂയ വ്യക്തികളോടാണെങ്കിൽ സഭയോടാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് ദേവദാസനോട് പറഞ്ഞിട്ട് പരിജ്ഞാനത്തോടുകൂടി അത് ഹല്ലേലൂയ സ്തോത്രം അവരോട് പറയണം. എന്നാൽ ഹല്ലേലൂയ അതിനുശേഷം ഹല്ലേലൂയ ആ സഭയുടെ ആ കുടുംബത്തിന്റെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിന്റെ മാനസാന്തരത്തിനായിട്ട് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട ചുമതലയും ആ കാവൽക്കാരനായ പ്രവാചകനുണ്ട്. പ്രവാചകൻ ഹല്ലേലൂയ അവനൊരു കാവൽക്കാരനാണ്. ഹല്ലേലൂയ രാത്രി എന്നല്ല പകലെന്നല്ല ഹല്ലേലൂയ ഏതു സമയത്തും ദൈവത്തിന്റെ അരുളപ്പാടിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ അത് ഹല്ലേലൂയ സ്തോത്രം പറയേണ്ടവരോട് ഹല്ലേലൂയ ദൈവം എന്തരുളി ചെയ്തോ ഹല്ലേലൂയ അത് അപ്രകാരം തന്നെ പറയണം, പരിജ്ഞാനത്തോടുകൂടി പറയണം. ഹല്ലേലൂയ സ്തോത്രം
ആമീൻ. വലിയൊരു ദൗത്യം എസെക്കിയേലിനെ ഏൽപ്പിക്കുകയാണ്. വെറും 30 വയസ്സുള്ള ഒരു യുവാവ്. ഹല്ലേലൂയ. വയസ്സിന്റെ ദൈവത്തിന് കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഏത് പ്രായത്തിലുള്ളവരെയും സമർപ്പിക്കുന്നവരെ ഹല്ലേലൂയ സ്തോത്രം എന്റെ ദൈവം ഉപയോഗിപ്പാൻ ശക്തനാ. ഹല്ലേലൂയ സ്തോത്രം. പ്രായമല്ല വിഷയം. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. ആമീൻ. എനിക്ക് വയസ്സായി, ഇനി എന്നെ കൊണ്ട് പ്രവചന ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയരുത്. ഹല്ലേലൂയ സ്തോത്രം. ഏത് പ്രായത്തിലുള്ളവരെയും ഹല്ലേലൂയ സ്തോത്രം. കണ്ണു മങ്ങിയെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കും. ഹൃദയത്തിന്റെ സമർപ്പണമാണ് അതിന്. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിലുള്ള യോഗ്യത. ആമേൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അരുളപ്പാടുകളെ ശക്തമായിട്ട് അറിയിക്കുവാൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. 2024 നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു വർഷം കടന്നുപോയപ്പോൾ നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് കടന്നു. നമ്മൾക്ക് സന്തോഷമാ. എന്നാൽ പ്രിയമുള്ളവരെ, മുൻപിൽ നമ്മൾക്ക് ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു വർഷം കൂടെ നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്തു. ഹല്ലേലൂയ. ഈ പ്രവാസകാലം, നമ്മൾ പ്രവാസികളായിരിക്കുന്ന ഈ ലോകത്ത് ഈ പ്രവാസകാലം നാം ഭയത്തോടെ കഴിക്കണം. ദൈവസന്നിധി നാം നിൽക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ എന്താണോ നമ്മളും ദൈവവും തമ്മിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ സ്തോത്രം ഓരോ ദിവസവും നമ്മൾ കഴുകൽ പ്രാപിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ മടങ്ങി വരണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാതെ ആമേൻ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ദൈവ കർത്താവിന്റെ വരവിങ്കൽ ഹല്ലേലൂയ സ്തോത്രം നിത്യത എന്ന വലിയ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ദൂത് ശക്തമാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് മറച്ചു വെച്ചാൽ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ ഒരു ഹല്ലേലൂയ അവസ്ഥയല്ല ഇനി മുൻപോട്ട്. ആര് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുന്നുവോ ഹല്ലേലൂയ ദൈവം അവരെ അനുഗ്രഹിക്കും. ദൈവം അവരെ ശക്തമായിട്ട് ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കും. ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ഒരുക്കിയെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം എന്നോട് ഇടപെട്ടത് ഹല്ലേലൂയ കഴിഞ്ഞ ഹല്ലേലൂയ വർഷം 2024 ഹല്ലേലൂയ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഏകദേശം 150 ദിവസം ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തക്കവണ്ണം യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ യു ഹാവ് ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ദൈവസന്നിധിയിൽ എനിക്കായി കാത്തിരിക്കുക എന്നുള്ള ശബ്ദം കേൾക്കുവാനും സ്തോത്രം ഒരു നേരം കഴിച്ചുകൊണ്ട് 150 ദിവസം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കഴുകിനെ പോലെ ചിറകടിച്ച് പറന്നു വരുവാൻ തക്കവണ്ണം ആമീൻ ഹല്ലേലൂയ ഒരു പുതുക്കത്തിന്റെ ശക്തി ഞാൻ നിന്നിൽ അയക്കുമെന്നുള്ള ആമീൻ സ്തോത്രം ശബ്ദത്തോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഇടയായി തീർന്നു. ആ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭകളോടുള്ള ദൂതുകളായി ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങളെ അറിയിച്ചതിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം ആമീൻ ദൈവത്തിന്റെ അരുളപ്പാടാണ് എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. എന്നെ അപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ ഹല്ലേലൂയ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഹല്ലേലൂയ രാത്രിയിൽ ഹല്ലേലൂയ റൈസ് ആൻഡ് ഷൈനിന്റെ ഒരു മിഡ് നൈറ്റ് പ്രെയർ ഉണ്ട്. 12 മണി തൊട്ട് 1 മണി വരെയുള്ള സമയങ്ങളിൽ രാജ്യങ്ങളുടെ വിവിധ കോണുകളിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സമർപ്പണമുള്ള ചിലർ ഹല്ലേലൂയ എന്നോടൊപ്പം പ്രാർത്ഥിപ്പാൻ കൂടാറുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അപ്രകാരം ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് ഇരുന്നപ്പോൾ ഇപ്രകാരം ഒരു അവസ്ഥ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായി തീർന്നു. എന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച ഹല്ലേലൂയ സ്തോത്രം ആകാശത്തിന്റെ ഭൂമിയുടെ മധ്യ നിൽക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ ദൈവ മക്കളുടെ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ പല നിലവാരങ്ങളെ എനിക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ ഉൾപ്പെടെയുള്ള ഹല്ലേലൂയ കുറവുകളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു വചനം നമ്മളോട് ഇടപെട്ട് കഴിയുമ്പോൾ ആദ്യം ഹല്ലേലൂയ സ്തോത്രം മാനസാന്തരപ്പെടേണ്ട വചനം നമ്മളോടാണ് ഇടപെടുന്നത്. ആരാണോ പ്രസംഗിക്കാൻ നിൽക്കുന്നത് അവരോടാണ് ആദ്യം ആ വചനം ഇടപെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ടാണ് അത് മറ്റുള്ളവരിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്രകാരം ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ സ്തോത്രം ഈ പ്രേയറിനായിട്ട് ഒരുങ്ങിയപ്പോൾ കർത്താവേ ഏത് വചനം ഹല്ലേലൂയ ഏതാണ് ഞാൻ പറയേണ്ടത്, ഏത് ദൂതാണ് അറിയിക്കേണ്ടത് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് സഭകളോടുള്ള ദൂതായിട്ട് എസെക്കിയേൽ പ്രവചനം തന്നെ നീ ഹല്ലേലൂയ അറിയിക്കണം. ഹല്ലേലൂയ സ്തോത്രം. മാനസാന്തരപ്പെടേണ്ട സമയം ഏറ്റവും അടുത്തു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. എവിടെയാണ് ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നമ്മളെ ഹല്ലേലൂയ അകറ്റി നിർത്തുന്നത്? ആമേൻ സ്തോത്രം. അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ വേർതിരിച്ച് നിർത്തുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകൻ തൻ പ്രവാസത്തിലായിരുന്നപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ദൈവിക ആലോചനകൾ തന്റെ ജനത്തോട് ഇസ്രായേൽ ജനത്തോട് അറിയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൂത് ശക്തമായിരുന്നു. ശക്തമായിട്ടുള്ള ഒരു ആലോചന. തന്റെ ഹല്ലേലൂയ എസെക്കിയേലിന്റെ പേരിന്റെ അർത്ഥം തന്നെ ഹല്ലേലൂയ ദൈവം ശക്തീകരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാരണം പ്രവാസത്തിലാണ് ഈ ദൂത് അറിയിക്കണമെങ്കിൽ ശരിക്കും നല്ല ഹല്ലേലൂയ ഉറപ്പും ധൈര്യവും ശക്തിയും വേണം. ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്നെ ശക്തീകരിച്ചു, തന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ സ്തോത്രം. മത്സരഗ്രഹമായ ഇസ്രായേൽ ജനത്തോട് ശക്തിയേറിയ ദൂത് അറിയിപ്പാൻ തക്കവണ്ണം എസെക്കിയേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ പ്രവാസത്തിന് ഹല്ലേലൂയ കാരണമായി തീർന്ന പിതാക്കന്മാർ അനുസരണക്കേട് പറഞ്ഞ് അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് ആമേൻ സ്തോത്രം ഞങ്ങൾക്ക് ഇതായി പോയത്, ഞങ്ങൾ ഈ ഹല്ലേലൂയ അവസ്ഥയിലായി പോയതെന്ന്
പഴി പറഞ്ഞിരിപ്പാനല്ല, പിന്നെയോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം മുൻപാകെ സമർപ്പിച്ചാൽ ഹല്ലേലൂയ സമർപ്പിക്കുന്നവർക്ക്, മാനസാന്തരപ്പെടുന്നവർക്ക്, മടങ്ങി വരുന്നവർക്ക് വീണ്ടും ഒരു ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ അനുഗ്രഹം ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു മടങ്ങി വരവുണ്ട് എന്നുള്ളതും ഹല്ലേലൂയ താൻ ശക്തമായിട്ട് വിളിച്ചറിയിപ്പാൻ തക്കണമിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ വായിച്ചു ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഹല്ലേലൂയ തലമുടിക്ക് പിടിച്ചു ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യേ ഉയർത്തിക്കൊണ്ടുപോയി അവിടെ ചില കാര്യങ്ങളെ കാണിക്കുകയാണ്. ആമേൻ സ്തോത്രം. താൻ പ്രവാസത്തിലാണ്, താൻ ബാബിലോണിലാണ്. ആമേൻ സ്തോത്രം. എന്നാൽ തന്നെ കൊണ്ടുപോയി ആത്മാവിൽ സഞ്ചരിപ്പിച്ച് കാണിക്കുന്നത് ആമേൻ സ്തോത്രം യെരൂശലേമിലാണ്. ഹല്ലേലൂയ സ്തോത്രം. തന്റെ സ്വന്തം ഹല്ലേലൂയ താൻ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ച ആമേൻ ആലയത്തിന്റെ ഉള്ളിലെ അവസ്ഥകളെ താൻ കാണിക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ തന്നെ ഹല്ലേലൂയ എടുത്തുകൊണ്ട് പോയി ആമേൻ സ്തോത്രം യെരൂശലേമിന്റെ ദേവാലയത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളെ കാണിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 3-ാം അധ്യായത്തിന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ വാക്യത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ആമേൻ ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം വടക്കോട്ടുള്ള അകത്തെ വാതിൽ എന്ന് വെച്ചാൽ ഏവർക്കും കടന്നു വരുവാൻ പറ്റുന്ന ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആൾക്കാർ ഹല്ലേലൂയ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആമേൻ രാജാക്കന്മാരും ഹല്ലേലൂയ പൗരോഹിത്യ ശുശ്രൂഷയിലുള്ളവരും എല്ലാവരും കടന്നു വരുവാൻ പറ്റുന്ന ഹല്ലേലൂയ വടക്കേ വാതിൽ ഹല്ലേലൂയ സ്തോത്രം. ആ വാതിലിന്റെ ഉള്ളിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം അവിടെ ആമേൻ സ്തോത്രം വാതിൽക്കൽ കൊണ്ടുചെന്നിട്ട് അവിടെ എന്താണ്, അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടം ആമേൻ സ്തോത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ കടന്നു വരുമ്പോൾ വടക്കോട്ട് ഹല്ലേലൂയ സ്തോത്രം ആ വാതിലിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ എൻട്രൻസിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കേണ്ട സ്ഥലം ആമേൻ ഹല്ലേലൂയ ദൈവികമായിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളെ ദർശിപ്പാൻ ഹല്ലേലൂയ കടന്നു വരുന്ന ജനത്തിന്റെ മുൻപാകെ ഇതാ ഒരു തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബം ഇരിപ്പിടമാണ്. അവിടെ എഴുതിയിരിക്കുന്നു ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ ഇരിപ്പിടമായി ഹല്ലേലൂയ അധികാരം ഹല്ലേലൂയ ഈ തീഷ്ണതാ ബിംബം ഹല്ലേലൂയ ഏറ്റെടുത്തിരിക്കുക. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആഗ്രഹിക്കുന്നത് ആലയത്തിൽ കടന്നു പോകുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാനാണെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ആ സാന്നിധ്യം ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്ന് മാറി ഹല്ലേലൂയ അവിടെ തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമായി മാറി. ആമേൻ സ്തോത്രം. നോക്കണമേ നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ ഞാൻ തീഷ്ണതയുള്ള ദൈവമാ. ഒരു പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തെ പറയുന്നു ഹല്ലേലൂയ ഞാൻ തീഷ്ണതയുള്ള ദൈവമാ, അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഈ സ്ഥാനത്താണ് ദൈവ സാന്നിധ്യം ഹല്ലേലൂയ മാറി. ഹല്ലേലൂയ സ്തോത്രം. അവിടെ തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമായി മാറി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ അവിടെ ഞാൻ ഹല്ലേലൂയ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ തീഷ്ണാബിംബത്തെ കണ്ടു. അവൻ എന്നോട് മനുഷ്യപുത്ര അവൻ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് വിശുദ്ധ മന്ദിരം വിട്ടു പോകണം, ഈ സാന്നിധ്യം വിട്ടു പോകണം. ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ യെരൂശലേം ദേവാലയം ഹല്ലേലൂയ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. വേറൊരു ദൈവം ഉണ്ടാകരുത്. വേറൊരു ബിംബത്തെയും വണങ്ങരുത്. ഇതൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം എന്താ ജലസി ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം തീഷ്ണതയുള്ള ദൈവമായി അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. തീഷ്ണത എന്ന വാക്ക് അല്ലെങ്കിൽ ജലസി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹല്ലേലൂയ ഒരു ഓഡ് വേർഡാ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ കുശുമ്പ് അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അങ്ങനത്തെ ഒരു ഓഡ് വേർഡാ ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച ഹല്ലേലൂയ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. എന്റെ ജനം ഹല്ലേലൂയ സ്തോത്രം എന്റെ ജനം വേറെ ആരെയും ഹല്ലേലൂയ ആരാധിക്കരുത്. അവരെന്റെ ജനമാ, എന്റെ സ്വന്തം ജനമാ. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ഹല്ലേലൂയ ആരാധിക്കാൻ ഹല്ലേലൂയ സ്തോത്രം ആരാധിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ജനമാ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ജനത്തെ എനിക്ക് വേണം. ഞാൻ മറ്റാർക്കും എന്റെ ജനത്തെ വിട്ടുകൊടുക്കുകയില്ല. ആമേൻ സ്തോത്രം. ഒരു സെൽഫിഷ് ഉള്ള ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തോ ആ ദൈവ സാന്നിധ്യമുള്ള ഹല്ലേലൂയ ആ യെരൂശലേം ദേവാലയത്തിൽ ഇതാ വേറൊരു ബിംബം ഹല്ലേലൂയ തീഷ്ണത ജനിപ്പിക്കുന്ന ജലസായിട്ടുള്ള ഹല്ലേലൂയ വേറൊരു ബിംബത്തിന്റെ ഇരിപ്പിടമായി ഹല്ലേലൂയ അത് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം. ദൈവ സാന്നിധ്യം വിട്ട് ഹല്ലേലൂയ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് അതിനോട് ഗുഡ് ബൈ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ആലോചന വിളിച്ചറിയിക്കുക. ദൈവത്തെക്കാൾ അധികമായി ദൈവത്തെക്കാൾ പ്രയോറിറ്റി ഹല്ലേലൂയ നാം വേറെ എന്തിനെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സമയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭവന
ഭവനത്തിന്റെ ബന്ധത്തിൽ, നമ്മുടെ തലമുറകളോടുള്ള ബന്ധം, ഏതെങ്കിലും രീതിയിൽ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഹല്ലേലൂയ ഏത് മേഖലയിലാണെങ്കിലും ദൈവത്തെക്കാൾ വേറെ എന്തിനെങ്കിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, എന്റെ ദൈവം ഹല്ലേലൂയ തീഷ്ണതയുള്ള ദൈവമാ ഹല്ലേലൂയ സ്തോത്രം. വേറെ എന്തിന് പ്രയോറിറ്റി കൊടുത്താൽ അതൊരു വിഗ്രഹാരാധനയായി മാറും, അത് ബിംബമായിട്ട് ഹല്ലേലൂയ. പിന്നത്തേതിൽ അത് നമ്മളെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റും. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആദ്യത്തെ ഡിസിഷൻ ഹല്ലേലൂയ പ്രയോറിറ്റി ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ്. അവന്റെ സാന്നിധ്യം ഹല്ലേലൂയ ആമീൻ വിട്ടുമാറുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വരാതിരിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവകരങ്ങളില് നമ്മെ തന്നെ ഏൽപ്പിക്കപ്പെടാം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ സ്തോത്രം ആമേൻ നഷ്ടപ്പെടുത്തുന്നത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അപ്പ ഹല്ലേലൂയ അത് എന്നെ ഹല്ലേലൂയ ബോധ്യപ്പെടുത്തണമേ. അത് ഹല്ലേലൂയ സ്തോത്രം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിന് ഹല്ലേലൂയ വേണ്ട എന്ന് പറയുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന് ഹല്ലേലൂയ വിട്ടുള്ള ഒരു കളിക്കും ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യത്തിനും ഹല്ലേലൂയ എന്നെ ഉൾപ്പെടുത്തരുതേ എന്ന് ഹല്ലേലൂയ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. രണ്ടാമതായി നമ്മൾ താഴോട്ട് വരുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും 9-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവിടെ പറയുകയാണ് ആമേൻ സ്തോത്രം ദൈവം ഹല്ലേലൂയ സ്തോത്രം എസെക്കിയേലിനോട് പറയാണ്, ഇതിലും വലിയ മ്ലേച്ഛത ഇത് നീ കണ്ട് തകർന്നു പോകരുത്, ഇതാ ഇതിലും വലിയ മ്ലേച്ഛത അടുത്ത യെരൂശലേമിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവിടോട്ട് കടന്നു വരുമ്പോൾ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി. അമ്മീൻ ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. ഹല്ലേലൂയ. ദ്വാരത്തിന് എന്താ പ്രത്യേകത അല്ലേ? ഒരു സ്പോട്ട് പോലെ ഒരു ചെറിയൊരു ദ്വാരമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഈ ദ്വാരം ഹല്ലേലൂയ സ്തോത്രം പ്രത്യേകിച്ച് ഒരു കാര്യവും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നില്ല. നമ്മളൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ല അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഒരു പഴുതും ഹല്ലേലൂയ സ്തോത്രം വിട്ടുകളയുവാൻ പാടില്ല. ഹല്ലേലൂയ. അവിടെ എന്താണ് ആ ദ്വാരത്തിൽ കൂടി കാണുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ കുത്തി തുറക്ക എന്ന് പറഞ്ഞു. നോക്കണമേ ആ ചെറിയൊരു ദ്വാരം ഹല്ലേലൂയ ആ ചുവരൊന്ന് കുത്തി ആ ദ്വാരത്തിൽ കൂടി ഹല്ലേലൂയ ആ ചുവരൊന്ന് കുത്തി തുറന്നേ. ഹല്ലേലൂയ അത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ചുവർ കുത്തി തുറന്നാറേ ഒരു വാതിൽ കണ്ടു. അതിന്റെ ഉള്ളിലൊരു വാതിൽ. ഹല്ലേലൂയ സ്തോത്രം. ആ വാതിൽ ഹല്ലേലൂയ സ്തോത്രം ആമീൻ എന്നോട് അകത്ത് ചെന്ന് അവർ അവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛത നീ കാണും. ഹല്ലേലൂയ. നോക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ചെറിയൊരു ഡോട്ട് പോലത്തെ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ദ്വാരമാ. ഹല്ലേലൂയ സ്തോത്രം. അതുവഴി ഹല്ലേലൂയ അവിടെ തുറന്നപ്പോൾ ഒരു വാതിൽ, രഹസ്യ അറ. ഹല്ലേലൂയ സ്തോത്രം. ഈ രഹസ്യ അറയുടെ അകത്ത് ഹല്ലേലൂയ സ്തോത്രം അവരെന്താ അവിടെ ചെയ്യുന്നതെന്ന് നീ പോയി നോക്ക്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ആമീൻ സ്തോത്രം. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് 10-ാം വാക്യം ഹല്ലേലൂയ അകത്ത് ചെന്ന് വെറുപ്പായുള്ള ആമീൻ സ്തോത്ര ഹല്ലേലൂയ ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരയ്ക്കുന്നത് കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ഇത് നമ്മുടെ ഹൃദയത്തോടുള്ള ബന്ധത്തിലാ. പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. നമ്മുടേതായിട്ടുള്ള രഹസ്യ അറകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രിയമുള്ളവർ. ആർക്കും വെളിപ്പെടാത്ത ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്കും ഹല്ലേലൂയ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനും മാത്രം അറിയാവുന്ന രഹസ്യ അറ ഹല്ലേലൂയ നമ്മുടെ ഹൃദയമാ. ഹല്ലേലൂയ. അതിന്റെ ഉള്ളിൽ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ചുവരിൽ ഹൃദയത്തിന്റെ ചുവരിൽ വരച്ചു വെച്ചിരിക്കുന്ന വെറുക്കുന്ന ഹല്ലേലൂയ ചില സ്വഭാവങ്ങൾ മൃഗങ്ങളെ കാണിക്കുന്ന സ്വഭാവങ്ങൾ ഹല്ലേലൂയ അത് വരച്ചു വെച്ചിരിക്കും. വെറുക്കുന്ന തരത്തിലുള്ള സ്തോത്രം ഹല്ലേലൂയ ഇഴജാതികളെയും മൃഗങ്ങളെയും ആമേൻ സ്തോത്രം പലതരമുള്ള മൃഗങ്ങളെ നമ്മുടെ ഹല്ലേലൂയ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആർക്കും വെളിപ്പെടാത്ത ചില ഹൃദയ രഹസ്യങ്ങളിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കാന്ന് വെച്ചാൽ അത് ഹല്ലേലൂയ മായ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് ഓൾറെഡി ഹല്ലേലൂയ സ്തോത്രം പഴയ ആമേൻ സ്തോത്രം ഈ ആലയത്തിലൊക്കെ പോകുമ്പോൾ അവരവിടെ കൊത്തുപണി ചെയ്ത് വരച്ചു വെച്ചിരിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടാ അതൊന്ന് മായ്ച്ചു കളയുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഇൻബോൺ ആയിട്ടുള്ള സ്വഭാവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതാർക്കും അങ്ങനെ പിടികിട്ടുന്ന സ്വഭാവമല്ല. ആമേൻ സ്തോത്രം. ഇത് വിശ്വാസികൾ ഹല്ലേലൂയ ഇത് എവിടാ ഇരിക്കുന്നത്? യെരൂശലേമിന്റെ ഉള്ളിലാ. ആമേൻ സ്തോത്രം. ദ്വാരത്തിന്റെ അകത്തുകൂടി കടന്നു ചെല്ലുന്ന അത് തുറന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ രഹസ്യത്തിൽ കാണുന്ന വാതിലിന്റെ ഉള്ളിൽ അത് തുറന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഉള്ളിൽ ചുവരിൽ വരച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളായത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മളുടെ മൃഗത്തിന്റെ തുല്യമായിട്ടുള്ള സ്വഭാവങ്ങളെ കാണി. പ്രിയമുള്ളവരെ ആമേൻ അപ്രകാരമുള്ള രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെ ദിവസമാണ്. ഹല്ലേലൂയ ആമേൻ. കോപം, ക്രോധം, ഹല്ലേലൂയ ദ്വന്ദ്വവർഷം, ഹല്ലേലൂയ സ്തോത്രം ഭിന്നതയുടെ ആത്മാവ് ഇന്ന് സഭകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ജാഗ്രതയുള്ളവരായിരിക്കണം. സഭയെ ഹല്ലേലൂയ സ്തോത്രം കോട്ട കെട്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ചെറു കുറുക്കന്മാർ കയറാതെ വണ്ണം
ഉള്ളിൽ തന്നെ ഉള്ള ചെറുകുറുക്കന്മാർ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഭിന്നത വരുത്തുന്ന ഹല്ലേലൂയ, അടിയിൽ കൂടി പണിയുന്ന ഹല്ലേലൂയ, ആമേൻ, പത്തി പോലെ ആമേൻ പമ്മിക്കിടന്ന് ഹല്ലേലൂയ തക്ക സമയത്ത് പത്തി വിടർത്തി കൊത്തുന്ന ഹല്ലേലൂയ, മൃഗങ്ങൾക്ക് തുല്യമായ സ്വഭാവമുള്ളവർ സഭയുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ, യെരൂശലേമിന്റെ ഉള്ളിലായത്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഉള്ളിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുന്നവർ ഹല്ലേലൂയ, പ്രവാചകന്മാരുണ്ട്, ശരി തന്നെയാണ്. എന്നാൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ പറയുന്ന വചനം ഹല്ലേലൂയ, അത് ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർ പറയുന്ന ദൂതുകള്, ആമേൻ സ്തോത്രം, വിശ്വാസികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പറയുക മാത്രമല്ല, ആമേൻ സ്തോത്രം, അത് പ്രവൃത്തി പദത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചേ മതിയാവൂ. ഇന്നത്തെ പ്രവാചകന്മാർ ഹല്ലേലൂയ ദൂത് പറഞ്ഞ്, അനുഗ്രഹത്തിന്റെ ദൂത് പറഞ്ഞ് അവർ വണ്ടി കയറി പോകും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ന്യായവിധി പറയുന്ന ദൂത് ഹല്ലേലൂയ പ്രവാചകന്മാർ ഇന്ന് കുറവാ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ദൂത് കേട്ടാൽ മതി. അനുഗ്രഹം കൊണ്ട് എന്ത് നേടുവാൻ നമ്മൾക്ക് കഴിയും പ്രിയമുള്ളവരെ? എല്ലാം ഹല്ലേലൂയ സ്തോത്രം ഒരു നിമിഷത്തേക്ക് നശിച്ചു പോകുന്നതാ. എന്നാൽ വലിയ വാഗ്ദത്തമായ നിത്യത പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിന്റെ ഹല്ലേലൂയ ചുമരിൽ കൊത്തിവച്ചിരിക്കുന്ന താങ്ക് യു ജീസസ്. ഹല്ലേലൂയ സ്തോത്രം. ചില സ്വഭാവങ്ങളെ, ദുർസ്വഭാവങ്ങളെ, വെറുപ്പായിട്ടുള്ള ആമേൻ സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിയാൽ മാത്രമേ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ കർത്താവിനോടൊപ്പം നമുക്ക് ജീവിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. മൂന്നാമതായിട്ട് സമയം ഹല്ലേലൂയ കഴിയുന്നല്ലോ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെയും അതിന്റെ താഴോട്ട് വരുമ്പോൾ അവിടെ മൂപ്പന്മാർ ഹല്ലേലൂയ, അവരുടെ മുൻപിൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ, 11-ാം വാക്യം, 70 പേര് ഹല്ലേലൂയ സ്തോത്രം, അവർ ധൂപം പിടിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവനോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഹല്ലേലൂയ ഓരോരുത്തൻ താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെല്ലുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നുവെന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. നോക്കണമേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഇത് തന്നെയാണ്. ദേശത്ത് ദൈവഭയമില്ല. ആമേൻ സ്തോത്രം. വിശ്വാസികളുടെ ഇടയിൽ ഹല്ലേലൂയ, ആമേൻ, ദൈവഭയമില്ല. സഭയിൽ ഹല്ലേലൂയ ദൈവഭയമില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിക്കുക. ഹല്ലേലൂയ. കെട്ടഴിച്ച് വിട്ടതുപോലെയുള്ള ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തികളാണ് ഇന്ന് ഹല്ലേലൂയ നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസികൾ അല്ലാത്തവരാർ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ ചുറ്റും മാറിയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് അടുത്തു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ സത്യം അറിയുന്നവർ ഹല്ലേലൂയ ഈ സത്യത്തിന്റെ ഹല്ലേലൂയ ഈ വചനത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. ഒരു വ്യക്തി മതി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി മാറി നിന്നാൽ ഹല്ലേലൂയ ദൈവം അവരെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്തെടുപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇവര് പറയുകയാണ്, മൂപ്പന്മാർ പറയുകയാണ് ഹല്ലേലൂയ, ആമേൻ, ദൈവ ഹല്ലേലൂയ നമ്മളെ കാണുന്നില്ല. ഹല്ലേലൂയ. അവൻ കാണാതിരിക്കുമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. അവന് മറവായിട്ട് എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഹല്ലേലൂയ സ്തോത്രം. എവിടെ പോയി മറഞ്ഞെന്ന് പറഞ്ഞാലും, എവിടെ പോയി ഇരുന്നെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നമ്മളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അവന് മറവായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ കർത്താവേ, കണ്ണുകൊണ്ടൊരു യോബ് പറഞ്ഞ പോലെ കണ്ണുകൊണ്ടൊരു നിയമം ചെയ്യുവാൻ, ആമേൻ, ചെവി കൊണ്ടൊരു നിയമം ചെയ്യുവാൻ, നമ്മുടെ കരങ്ങൾ കൊണ്ടൊരു നിയമം ചെയ്യുവാൻ, നമ്മുടെ നാവ് കൊണ്ടൊരു നിയമം ചെയ്യുവാൻ തക്കവണ്ണം ആ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. മൂന്നാമതായി ഹല്ലേലൂയ 14-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, ആമേൻ, സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തത് ഹല്ലേലൂയ താൻ വീണ്ടും പറയാണ്, ഹല്ലേലൂയ, എസെക്കിയേൽ പ്രവാചകൻ, ഹല്ലേലൂയ, വിഷമിക്കരുത്, അവൻ തളർന്നു പോകരുത്, ഇവരോടാണോ ഞാൻ പോയി ദൂത് പറയേണ്ടതെന്ന് തളർന്നു പോകാതിരിപ്പാൻ ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം അവനെ ബലപ്പെടുത്തുന്നു. അവന് പറയുന്നു, ഇതിലും വലിയ മ്ലേച്ഛത ഇനി കാണാൻ പോവാ നീ. ഹല്ലേലൂയ സ്തോത്രം. നോക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഇനി കാണാൻ പോകുന്ന മ്ലേച്ഛത കണ്ടു കഴിയുമ്പോൾ താൻ തകർന്നു പോകരുത്. കാരണം ദൂതറിയിക്കേണ്ടത് ഈ ജനത്തോട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കുന്നു. ഹല്ലേലൂയ. അടുത്തതിലേക്ക് പോകുമ്പോൾ അവിടെ സ്ത്രീകൾ ഇരുന്ന് തമ്മൂസിനെ ഹല്ലേലൂയ സ്തോത്രം ഓർത്ത ഹല്ലേലൂയ കരയാണ്, കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തമ്മൂസ് ആരാണ്? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വർദ്ധനവിന്റെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഇന്ന നിലവാരത്തിലാക്കണേ, എനിക്ക് അത് വേണേ, എനിക്ക് വീട് വേണം, അല്ലേ, ഉപവാസം. ഹല്ലേലൂയ. എന്തിന്റെ ഉപവാസമാ? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളെ നേടാൻ തലമുറകളെ വേണം. അതുപോലെ തന്നെ തലമുറകൾ നല്ല ഹല്ലേലൂയ സ്തോത്രം ഉയർന്ന ഉദ്യോഗസ്ഥത്തിൽ എത്തണം, അവര് നല്ല പഠിപ്പ് പഠിക്കണം, അവരെ നേഴ്സായിട്ട് മാറണം, ഡോക്ടറായിട്ട് മാറണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഏത് മാതാപിതാക്കൾ പറയും, എന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങൾ മിഷണറി ആയിട്ട് മാറണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇവിടെ തമ്മൂസിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാര്. ഹല്ലേലൂയ. തമ്മൂസിനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. പുറപ്പാട് പുസ്തകത്തില് ആമേൻ ഹല്ലേലൂയ ഗോൾഡൻ കാഫ് ഉണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. അതിനോട് ബന്ധപ്പെട്ട വരുന്ന ഹല്ലേലൂയ ഒരു ദേവനാണ്. ഹല്ലേലൂയ സ്തോത്രം.
ആമേൻ. അവിടെയാണ് 10 കൽപ്പന ഹല്ലേലൂയ മോശ ഉടച്ചത്. ഹല്ലേലൂയ. കൽപ്പനകളെ ഉടയ്ക്കുന്നതാ ഹല്ലേലൂയ സ്തോത്രം ഉള്ള ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഗോഡാണ് അത്. ഹല്ലേലൂയ സ്തോത്രം. അത് ഫെർട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ വർധനവിന്റെ ഒരു ഹല്ലേലൂയ സ്തോത്രം അവർ ആരാധിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. തമ്മൂസ് അതിന്റെ മുൻപിൽ പോയിരുന്ന ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. തന്റെ ജനം കരയുന്നത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. തലമുറകളെ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തം നൽകുന്ന ദൈവമാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തലമുറകൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവമാ. ഹല്ലേലൂയ. തലമുറകളെ നിലനിർത്തുന്ന ദൈവമാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ആമേൻ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും പ്രാർത്ഥനാ വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു പറയുന്ന ഒരു കാര്യമാ എന്റെ കുഞ്ഞിന്റെ പഠിപ്പ്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന്റെ ഭാവി, എന്റെ കുഞ്ഞിന്റെ ഹല്ലേലൂയ സ്തോത്രം കരിയർ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ വീട് ഹല്ലേലൂയ എല്ലാം ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഈ പറഞ്ഞതെല്ലാം ഹല്ലേലൂയ മാറ്റി ഹല്ലേലൂയ എങ്ങനെയെങ്കിലും അവരൊന്ന് ദൈവത്തെ അറിഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയിലായി. ആമേൻ. സ്തോത്രം. കാരണം കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മ്ലേച്ഛകരമായിട്ടുള്ള ജീവിതം. 5 വയസ്സ് ഹല്ലേലൂയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് ഹല്ലേലൂയ സ്തോത്രം സിഗരറ്റ് വലിച്ചു നടക്കുന്നത് കാണുക ഇവിടെ. ആമേൻ. നെഞ്ചുപൊട്ടും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്തിയെ ഹല്ലേലൂയ ക്യാൻസർ വന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. പ്രായം ഹല്ലേലൂയ സ്തോത്രം തീരാതെ ഹല്ലേലൂയ 20 ഇന്നും ഹല്ലേലൂയ ഒരു പൈതൽ ഇവിടെ മരിച്ചു. 20 വയസ്സുള്ള ഒരു പൈതൽ ഹല്ലേലൂയ നാട്ടില്. ആമേൻ. ഇവിടെ ഉള്ള ഒരു സ്റ്റാഫ് നേഴ്സിന്റെ മോള. ആമേൻ. സ്തോത്രം. നല്ല ബുദ്ധിയുള്ള കുഞ്ഞ, നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞ. ഹല്ലേലൂയ. നമ്മൾക്കൊന്നും പറയുവാനില്ല പ്രിയമുള്ളവരെ. കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്നതേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. അവരെ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരിക. കർത്താവിനായിട്ട് അവരെ ഏൽപ്പിക്കുക. കർത്താവ് എന്താണോ അവരെ കുറിച്ചുള്ള പദ്ധതി ഹല്ലേലൂയ സ്തോത്രം അതിനനുസരിച്ച് കർത്താവ് അവരെ ഹല്ലേലൂയ സ്തോത്രം വളർത്തിക്കോളും. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് എന്റെ കുഞ്ഞ് ഇങ്ങനെ ആകണം, എന്റെ കുഞ്ഞ് അങ്ങനെ ആകണം, എനിക്കത് വേണം ഇല്ല. ഹല്ലേലൂയ. സമൃദ്ധി ഹല്ലേലൂയ. ഈ ലോകത്തെല്ലാം നശിച്ചു പോകും. കൺമുൻപിലാണ് ഹല്ലേലൂയ വെള്ളം വന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അധ്വാനിച്ചതും ഹല്ലേലൂയ ഉള്ള മക്കളും ഉള്ള എല്ലാം നശിച്ചു പോയത്. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പല പാഠങ്ങളുണ്ട്. എന്നാൽ ആരിതും മനസ്സിലാക്കും? ആർ കർത്താവിന് വേണ്ടി നിൽക്കും? ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ ആർ പിൻപറ്റും? ഹല്ലേലൂയ സ്തോത്രം. നിത്യത ആർക്കാണ് ഇപ്പൊ വേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. ആരാണ് നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം തന്നെത്താൻ ഏൽപ്പിക്കപ്പെടുന്നത്? ഹല്ലേലൂയ സ്തോത്രം. തമ്മൂസിന് വേണ്ടി കരയുന്ന കുറെ അമ്മമാർ. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹത്തിന് വേണ്ടി നിലവിളിക്കുന്ന കുറെ അമ്മമാർ. തീർന്നില്ല. വീണ്ടും എസെക്കിയേലിനെ മുന്നോട്ട് നടത്തുകയാണ്. ഹല്ലേലൂയ. അടുത്തായിട്ട് കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 16ാമത്തെ അവസാന ഭാഗം വരുമ്പോൾ നമ്മ യാഗപീഠത്തിന് വാതിൽക്കൽ മണ്ഡപത്തിൽ യാഗപീഠത്തിന് നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക യഹോവയുടെ നേരെ തിരിച്ചു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവ സാന്നിധ്യമുള്ള യെരൂശലേം. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ജീവൻ നൽകിയ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിലാണ് പറയുന്നെങ്കിലും പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് ഹല്ലേലൂയ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയത്. ഇന്നും നമ്മൾ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്, മുതുക് തിരിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. കർത്താവ് പല പ്രാവശ്യം നമ്മളോട് ഇടപെട്ടിട്ടും ഹല്ലേലൂയ അനുസരിപ്പാൻ വയ്യാതെ, നമ്മുടെ സ്വഭാവങ്ങളെ വിട്ടുകളയുവാൻ വയ്യാതെ, യഥാർത്ഥമായിട്ടുള്ള വചനം ഹല്ലേലൂയ സ്തോത്രം ദൈവം നൽകി തന്നിട്ടും ദൂത് നൽകി തന്നിട്ടും ഹല്ലേലൂയ പറയാൻ വയ്യാതെ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പറയാൻ വയ്യാതെ ഇരിക്കുന്ന ഹല്ലേലൂയ നമ്മളോട് ഓരോരുത്തരും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ മുതുകു തിരിച്ചുകൊണ്ട് സൂര്യനെ നമസ്കരിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ മൂപ്പന്മാർ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പുരുഷന്മാരെ നമുക്ക് അവിടെ കാണാൻ. കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുന്നവർ. ഹല്ലേലൂയ സ്തോത്രം. സൂര്യനെ സൃഷ്ടിച്ചവൻ ആരാ? സൂര്യന് വെളിച്ചം നൽകിയവൻ ആരാ? ഹല്ലേലൂയ. ആമേൻ. വെളിച്ചമായിരിക്കുന്ന ഹല്ലേലൂയ രാജാവിനെ വണങ്ങാതെ ആമേൻ ആരാധിക്കാതെ ഹല്ലേലൂയ സ്തോത്രം അവനെ ഹല്ലേലൂയ സൂര്യനെ സൃഷ്ടിച്ച ഹല്ലേലൂയ സൂര്യനെ താൻ ഹല്ലേലൂയ സൃഷ്ടിച്ച സൂര്യനെ വണങ്ങുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത ആമേൻ വിശുദ്ധ ജനത്തിന്റെ ഹല്ലേലൂയ ബുദ്ധി മാറിപ്പോയി. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ നോക്കി ഹല്ലേലൂയ അവരുടെ ബുദ്ധി ഹല്ലേലൂയ അപ്രമേയമേ ആയിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇഴജാതികൾ ഹല്ലേലൂയ ആമേൻ ഇഴജന്തുക്കളെ എല്ലാം ഹല്ലേലൂയ സ്തോത്രം അവർ ആരാധിപ്പാൻ തുടങ്ങി. മറ്റുള്ള ഹല്ലേലൂയ ജാതികളെ പോലെ രാജാക്കന്മാരെ അവർ ചോദിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ജനം കെട്ടഴിച്ചു വിട്ടവരെ പോലെ നടക്കുന്ന അവസ്ഥ. ആമേൻ. സ്തോത്രം. നാം പ്രവാസത്തിലാണെന്നുള്ളത് മറന്നു പോകരുതേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് 18ാമത്തെ വാക്യത്തിൽ പറയുന്നു ആയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്റെ മൂക്കിൽ ഒരു ചുള്ളി ഒരച്ചാൽ എന്തുമാത്രം ദേഷ്യം വരും അല്ലേ? ആമേൻ. സ്തോത്രം. അതുപോലെ പറയുന്നു വീണ്ടും വീണ്ടും അവരെന്നെ കോപിപ്പിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കും. ഹല്ലേലൂയ. ക്രോധത്തോടെ ഞാനും പ്രവർത്തിക്കും. എന്റെ കണ്ണ് അവരെ ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ച
കാരണവശാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ എന്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം കരുണയുള്ള ദൈവമാ. അങ്ങനെ പറഞ്ഞാലും തന്റെ മക്കൾ മടങ്ങി വന്നാല് അമ്മ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഹല്ലേലൂയ എന്റെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ നിലവിളി കേട്ട് ഹല്ലേലൂയ അമ്മ നമ്മൾ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ പോക്കി നമ്മളെ വീണ്ടും ചേർത്ത് കൊള്ളുന്ന ഒരപ്പൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവേ അപ്പാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കർത്താവേ. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഹല്ലേലൂയ എന്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ ഞാൻ മറ്റുള്ളവരൊന്നും കാണാതെ ഹല്ലേലൂയ ചെയ്യുന്ന രഹസ്യ പാപങ്ങൾ, രഹസ്യ അറകൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാം. ഹല്ലേലൂയ അനുഗ്രഹത്തിനായിട്ട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ആമേൻ സ്തോത്രം കർത്താവേ എന്നോട് ക്ഷമിക്കണം. നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഒരു പൗലോസ് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലേക്ക് കാഞ്ഞ് പരമവഴിയുടെ ലാക്കിലേക്കായി ഓടുകയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അപ്രകാരം ഓടുവാൻ ഹല്ലേലൂയ ഓടുമ്പോൾ ഒത്തിരി ഹല്ലേലൂയ അപ്പുറത്തും ഇപ്പുറത്തും ഒത്തിരിയും ഹല്ലേലൂയ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിലൊന്നും വീഴാതെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ വിളിച്ചവന് യോഗ്യമാവണം ഫലം കായ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം പൂർത്തിവരുത്തനായ കർത്താവിനെ നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മെ തന്നെ പൂർണ്ണമായ ദൈവകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് പൗലോസ് പറയണമെങ്കിൽ അത്രത്തോളം ഉറപ്പും ധൈര്യവും പൗലോസിന്റെ ജീവിതത്തിൽ വേണം. അപ്പോഴും ഹല്ലേലൂയ സ്തോത്രം വാള് ഹല്ലേലൂയ സ്തോത്രം തന്നെ കൊല്ലുവാൻ വേണ്ടി ഒരച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ താൻ പേടിച്ചില്ല. കാരണം ഈ ഒരു വചനം നിവൃത്തി പദത്തിൽ വരണമെങ്കിൽ ഹല്ലേലൂയ ആ വാള് തന്റെ കഴുത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആമേ അത് രണ്ടായിട്ട് മാറണം. ഹല്ലേലൂയ. കാരണം വിശ്വാസം കാത്തു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നല്ലപോർ പൊരുതു. അവസാന നിമിഷം വരെ ജീവന്റെ അവസാന നിമിഷം വരെ നല്ലപോർ പൊരുതു. ആ വിശ്വാസം കാത്തു ഇപ്പോൾ ഈ വാള് കണ്ട ഹല്ലേലൂയ സ്തോത്രം പേടിച്ചാൽ ആ വിശ്വാസം കാത്തുന്നത് അവസാന നിമിഷം വരെ. ഹല്ലേലൂയ. ആ വാക്യം നിവർത്തി വരണമെങ്കിൽ ആമേൻ സ്തോത്രം പൗലോസിന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഹല്ലേലൂയ വാള് മൂർച്ചയാക്കുന്ന ശബ്ദം ഹല്ലേലൂയ കേൾക്കുന്ന ആ വാള് തന്റെ കഴുത്തിനെ രണ്ടായിട്ട് ഹല്ലേലൂയ സ്തോത്രം വേർതിരിച്ചാൽ മാത്രമേ ഈ വചനത്തിന്റെ നിവർത്തി വരത്തുള്ളൂ. പ്രിയമുള്ളവരെ ഹല്ലേലൂയ അത്രത്തോളം ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഒന്നും തന്നെ ഹല്ലേലൂയ സ്തോത്രം ദൈവസ്നേഹത്തിൽ തന്നെ പിന്തിരിപ്പിച്ചില്ല. ഹല്ലേലൂയ ആപത്തോ വാളോ നഗ്നതയോ പട്ടിണിയോ ഒന്നും ദൈവ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ആഗ്രഹമായിരിക്കും നമ്മൾ ചിലപ്പോൾ പാട്ട് പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ വേറെ ഹല്ലേലൂയ സ്തോത്രം പ്രസംഗിക്കാൻ അത് നമ്മുടെ ഇഷ്ടമാണ്. കർത്താവ് നിന്റെ ഹിതം എന്താ എന്നെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്താ ഹല്ലേലൂയ അത് നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവെ ദേശത്തിന് കാവൽക്കാരാക്കി അവൻ മതിൽമേൽ നിൽക്കുന്ന കാവൽക്കാരായി ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി അതിലേക്ക് 2025 ഒന്ന് നിൽപ്പാൻ തക്കവണ്ണം കർത്താവിനെ സഹായിക്കണം. ഹല്ലേലൂയ. എന്റെ കുറവിനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ചേർത്ത് കൊള്ളുന്ന നല്ലവനായ ഒരു കർത്താവ് ഹല്ലേലൂയ ഇന്നും കാത്തു നിൽക്കുക. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ തന്റെ മകൻ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിന്റെ എല്ലാം നഷ്ടപ്പെടുത്തി പോയിട്ടും ഹല്ലേലൂയ ആ പോയപ്പോൾ മുതൽ എന്റെ വിശ്വാസം ഹല്ലേലൂയ ആ പോയപ്പോൾ മുതൽ ആ പിതാവോടെ കാത്തു നിൽക്കുന്നത്. ഹല്ലേലൂയ. തന്റെ മകൻ പോയി എൻജോയ് ചെയ്തു തനിക്കെല്ലാം നഷ്ടമാക്കി എത്ര നാള് കഴിഞ്ഞായിരിക്കും മടങ്ങി വരുന്നത്. അപ്പോഴും ഹല്ലേലൂയ ആ മോന്റെ മടങ്ങി ഇറങ്ങിയപ്പോൾ മുതൽ അവന്റെ മടങ്ങി വരുവനായി കാത്തു നിൽക്കുന്ന ഒരു പിതാവ്. അങ്ങനെയെങ്കിൽ ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ കർത്താവേ അപ്പ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അപ്പ ഒരു മടങ്ങി വരവ് എന്റെ ജീവിതത്തിൽ നൽകി തരണം. ഒരു മാനസാന്തരത്തെ എന്റെ ജീവിതത്തിൽ നൽകി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അവൻ നമ്മളെ ചേർത്ത് കൊള്ളുന്ന ദൈവമാ. ഹല്ലേലൂയ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അല്ലേ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിന്റെ സന്ധ്യാസമയം കൂടി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്ന അപ്പ വിശേഷ കർത്താവ് ഡാലസ് പ്രേയർ ഗ്രൂപ്പിന്റെ ഹല്ലേലൂയോടുള്ള ബന്ധത്തിൽ കർത്താവെ വചനം പറയാം അടിയാൻ ഒരുക്കി എന്റെ കർത്താവ് ഹല്ലേലൂയ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് അടിയൻ പറഞ്ഞു കർത്താവെ ഹല്ലേലൂയ അതെന്റെ ജീവിതത്തിലും കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അനുഗ്രഹവും വിടുതലും ആയി മാറുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് നൽകി തന്നാൽ എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ഹല്ലേലൂയ ഉള്ള സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നെടുമ്പാട് വീണ് കിടപ്പാൻ കർത്താവണ്ണം കർത്താവെ ഹല്ലേലൂയ ദേശത്തിന്റെ കാവൽക്കാരാക്കി എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ മാറ്റിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തെന്നുള്ളത് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവെ ഒരു
മടങ്ങി വരവ്, ഒരു മാനസാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും ജീവിതത്തിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ പ്രിയപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ അപ്പൊ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് സംസാരിക്കണം, ഇടപെടണം, മടങ്ങി വരേണ്ടുന്ന മേഖലകളിൽ ഒരു മടങ്ങി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ വചനം കർത്താവെ അത് ശക്തിയുള്ളതാണ്, അത് വിടുവിക്കുന്നത്, മാനസാന്തരത്തേക്ക് നടത്തുന്ന വചനമാണ് കർത്താവെ. അപ്പൊ ഹല്ലേലൂയ ഇത്രത്തോളം സമയം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവിടെ ആക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഡാലസ് പ്രേയകോട്ടിനാടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ മറുപടിയായി കർത്താവിന്റെ സ്വർഗത്തിന് ദൈവം പ്രവർത്തിക്കുന്ന വൻകൃപയോർത്ത് സ്തോത്രം കർത്താവെ. എല്ലാറ്റിനും ഉപരിയായി നിത്യത എന്ന വലിയ വാഗ്ദത്തം പ്രാപിച്ചെടുപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. സകലവും ഞങ്ങൾക്ക് ജീവൻ വെച്ച് നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ God ആമേൻ bless you.